भाई बहनों का धन्यवाद करना चाहती हूँ। എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. आज सुबह का ये अवसर परमेश्वर ने मुझे दिया है और अपनी गवाही शेयर करने का मौका मिला है। इसके लिए मैं धन्यवाद करना चाहती हूँ। രാവിലെ ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കി തന്നു എന്റെ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. पास्टर रोजन जी का मैं धन्यवाद करना चाहती हूँ। पास्टर जी ने मुझे यहाँ पर आकर अपनी गवाही शेयर करने का मौका दिया। इसके लिए मैं बहुत धन्यवाद करती हूँ। പ്രവചനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് സാക്ഷ്യം പറയുവാൻ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നു. तो जैसे कि अभी पास्टर जी ने बताया, मैं मुंबई में बॉर्न एंड बॉटअप हूँ। പാസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ ബോംബെയിലാണ് ജനിച്ചു വളർന്നത്. एंड मैं एक सिंधी फैमिली से हूँ, सिंधी हिंदू फैमिली से। ഞാനൊരു സിന്ധി ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് കടന്നു വന്നത്. तो मेरे हस्बैंड पेंटकोस्टल मलयाली क्रिश्चियन है। സഹോദരിയുടെ ഭർത്താവ് ഒരു പെന്തക്കോസ് മലയാളി കുടുംബത്തിൽ നിന്നാണ്. वो केरला में तिरुवेला से है, लेकिन उनकी परिवार मुंबई में काफी सालों से सेटल्ड है। അദ്ദേഹം കേരളത്തിലെ തിരുവല്ല എന്ന സ്ഥലത്താണ്. എന്നാൽ അവർ അനേക വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ സ്ഥിര താമസമായി താമസിക്കുകയായിരുന്നു. हम एक ही जगह पे काम करते थे मुंबई में, एक ही ऑफिस में काम करते थे। ബോംബെയിൽ ഒരേ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. इस प्रकार से हमारा मिलना हुआ और आगे हमारी मैरिज हुई। അങ്ങനെ ആ ഒരേ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തമ്മിൽ കാണുവാനും പരിചയപ്പെടുവാനും വിവാഹിതരായി തീരുവാൻ ഇടയായി തീർന്നു. तो जब हमारी मैरिज हुई, तभी भी मैं हिंदुइज्म में ही थी और हिंदू रिलीजन फॉलो कर रही थी। വിവാഹം കഴിഞ്ഞുവെങ്കിലും സഹോദരി ഹിന്ദു മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ കൂടെ തന്നെ കടന്നുപോയിക്കൊണ്ടിരുന്നു. इसलिए हमारी कोर्ट मैरिज हुई और फिर हमने रिसेप्शन दिया, क्योंकि मैं कन्वर्ट नहीं हुई थी, अपने ही रिलीजन में थी। രജിസ്റ്റർ മാരേജ് കഴിഞ്ഞുവെങ്കിലും ഞങ്ങള് ഫംഗ്ഷനൊക്കെ വെച്ചു. എന്നാൽ ഹിന്ദു എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. तो हमारी मैरिज के बाद हस्बैंड चर्च में जाते थे और मैं टेम्पल में जाती थी। വിവാഹത്തിന് ശേഷം സഹോദരിയുടെ ഭർത്താവ് ആരാധനയ്ക്കായി ആലയത്തിൽ കടന്നു പോകുമായിരുന്നു. എന്നാൽ സഹോദരി മന്ദിരത്തിൽ പോകുമായിരുന്നു. और फिर नियरली 5-6 महीने के बाद मेरे हस्बैंड दुबई में आ गए। 5-6 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സഹോദരിയുടെ ഭർത്താവ് ദുബായിലോട്ട് കടന്നു വന്നു. और फिर 1-1.5 साल के बाद मुझे भी दुबई में बुला दिया। 1.5 വർഷം കഴിഞ്ഞപ്പോൾ സഹോദരിയും ദുബായിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. तो हम दुबई में जिस फ्लैट में रहते थे, वो शेयरिंग फ्लैट था। शेयरिंग में और भी लोग रहते थे। ദുബായിൽ വന്ന സമയത്ത് അവിടെ താമസിക്കാൻ ലഭിച്ചതായ ആ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ വേറെ കുടുംബവുമായിട്ട് ഷെയർ ചെയ്ത് താമസിക്കുന്ന ഫ്ലാറ്റ് ആയിരുന്നു. तो जिनके साथ हम शेयरिंग में रहते थे, 2 फैमिलीज थी। वो दोनों फैमिलीज पेंटकोस्ट क्रिश्चियंस थे। ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ആ ഫ്ലാറ്റിൽ ഉള്ള 2 കുടുംബം ഉണ്ടായിരുന്നു. അവർ രണ്ടും പെന്തക്കോസ്ത് കുടുംബക്കാരായിരുന്നു. मैं उनके साथ में चर्च जाना स्टार्ट किया। वो मुझे प्रेयर मीटिंग्स पे लेकर जाते थे। അവരോടുകൂടെ ആരാധനാലയത്തിലേക്ക് കടന്നു പോകാൻ ഞാൻ ആരംഭിച്ചു. അവർ എന്നെ പ്രാർത്ഥന കൂടിവരവിൽ കൊണ്ടുപോകുമായിരുന്നു. लेकिन मुझे मलयालम नहीं आती थी, मलयालम समझ में भी नहीं आती थी। और वो चर्च में पास्टर जी क्या बोलते हैं कुछ भी समझ नहीं आता था। मैं ऐसे ही बैठती थी। എന്നാൽ അത് മലയാളം ആരാധനയായിരുന്നു. എനിക്ക് മലയാളം അറിയില്ലായിരുന്നു. ഒന്നും പറഞ്ഞാൽ മനസ്സിലാകില്ലായിരുന്നു. ആ പാസ്റ്റർ മലയാളം ആരാധന നടത്തുമ്പോൾ ഞാൻ എന്നാൽ അവിടെ ചെന്ന് ഇരിക്കുമായിരുന്നു. लेकिन एक चीज थी, मुझे ये प्रेयर में जाना बहुत अच्छा लगता था। എന്നാൽ ഒരു കാര്യം, എനിക്ക് ആ പ്രാർത്ഥനയിൽ കടന്നു പോകുന്നത് വളരെ സന്തോഷമുണ്ടായി. भले ही मुझे भाषा नहीं समझ में आती थी और क्या चर्च में हो रहा है कुछ समझ नहीं आता था, लेकिन मेरा मन बहुत करता था कि मुझे इनके साथ प्रेयर मीटिंग्स में जाना है कैसे भी।
അവിടെ നടക്കുന്ന ആരാധനകളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ എനിക്ക് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം എന്നുള്ളത് എന്റെ വലിയ സന്തോഷമായിരുന്നു, എന്നെ അതിൽ പ്രേരിപ്പിക്കുമായിരുന്നു. और ऐसे करते करते मैं प्रेयर मीटिंग्स अटेंड करती थी। मेरे पास एक छोटा सा बाइबल था। അങ്ങനെ പ്രാർത്ഥനാ കൂടിവരവിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. तो जब भी मुझे ऐसे डेली समय मिलता था, मैं बाइबल पढ़ना भी स्टार्ट कर दिया। എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും ഞാൻ ആ ബൈബിൾ വായിക്കാൻ ആരംഭിച്ചു. और ग्रेजुअली मुझे ऐसे बाइबल पढ़ना भी बहुत अच्छा लगता था। എനിക്ക് ആ ബൈബിൾ വായിക്കുന്നതും വളരെ സന്തോഷം ഉളവാക്കുന്നതായിരുന്നു. क्योंकि एक ऐसा था कि जब भी बाइबल पढ़ती थी तो मन में बहुत शांति मिलती थी, बहुत पीस मिलता था। ഞാൻ ബൈബിൾ വായിക്കുമ്പോഴൊക്കെയും എനിക്ക് മനസ്സിനകത്ത് വളരെ സന്തോഷവും സമാധാനവും ലഭിക്കുമായിരുന്നു. और फिर एक दिन रात को जब हम सो रहे थे, ഒരു ദിവസം രാത്രി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് मैंने अराउंड रात को 3 बजे थे, रात को 3 बजे के समय രാത്രി 3 മണി സമയത്ത് मैंने एक साउंड सुना कि शालिनी, आई हैव चोजन यू। എനിക്ക് ഇങ്ങനെ ഒരു ശബ്ദം എനിക്ക് കേൾക്കുവാൻ ഇടയായി, ശാലിനി, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. 2 बार मैंने ये साउंड सुना, 2 പ്രാവശ്യം ഞാൻ ഈ ശബ്ദം കേട്ടു. लेकिन तब मुझे पता नहीं था कि ये कौन कह रहा है कि शालिनी, आई हैव चोजन यू। എന്നാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് ആരാണ് എന്നോട് ഇത് പറയുന്നതെന്ന്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. फिर मैंने मेरे हस्बैंड को भी उठाया। ഉടനെ തന്നെ സഹോദരി തന്റെ ഭർത്താവിനെ എഴുന്നേൽപ്പിച്ചു. तो हस्बैंड ने बोला कि तुम प्रार्थना करो तो तुम्हें पता चलेगा कि कौन तुमसे बात कर रहा है। ഹസ്ബൻഡ് ഇങ്ങനെ പറയാനിടയായി, നീ പ്രാർത്ഥിക്ക്, ആരാണ് നിന്നെ ഈ വിളിച്ചത് അല്ലെങ്കിൽ ഈ ശബ്ദം നിന്നെ കേൾപ്പിച്ചതെന്ന് നിനക്ക് അറിയുവാൻ കഴിയും. मैंने प्रार्थना की പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. और मुझे जवाब मिला कि ये और कोई नहीं पर हमारा जीवित परमेश्वर यीशु मसीह है जो मुझसे बात कर रहा है। എനിക്ക് മനസ്സിലായി ഇത് വേറെ ആരുമല്ല, ജീവിക്കുന്ന നമ്മുടെ ദൈവമാണ് എന്നോട് ഇത് സംസാരിച്ചത്. तो वो दिन मेरी जिंदगी का कंप्लीट टर्निंग पॉइंट और मेरी जिंदगी का चेंज था। അതാണ് എന്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ്, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും മഹത്വമായ സമയം. मैं एक चीज उस दिन समझ गई ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, कि परमेश्वर यीशु मसीह एक इंसान का रिलीजन बदलने के लिए नहीं पर उसका जीवन बदलने के लिए आए हैं। അത് കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യന്റെ മതത്തെ മാറ്റുവാനല്ല, അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനാണ് വന്നത്. और परमेश्वर ने मेरा जीवन बदल दिया। കർത്താവ് എന്റെ ജീവിതവും മാറ്റുവാനിടയായിത്തീർന്നു. उस दिन के बाद मैंने चर्च में गवाही दी, जीसस को अपना पर्सनल सेवियर एक्सेप्ट किया एंड आगे चलकर मैंने बैप्टिज्म भी ले लिया। ഞാൻ സഭയിൽ പോയി സാക്ഷ്യം പറയാനിടയായി, യേശുവിനെ എന്റെ കർത്താവായി ഞാൻ സ്വീകരിച്ചു. അതിനുശേഷം സ്നാനമെടുക്കുവാൻ ഇടയായിത്തീർന്നു. मेरे क्योंकि हमारी लव मैरिज थी तो मैं अपने पर्स के अंदर कुछ देवी देवताओं के सब फोटोज रखे थे मेरे पर्स के अंदर। അവരുടെ ലവ് മാരേജ് ആയിരുന്നു, എന്നാൽ അവരുടെ പേഴ്സിനകത്ത് അവരുടെ ദേവി ദേവന്മാരുടെ ഫോട്ടോകളെല്ലാം കൊണ്ടു നടക്കുമായിരുന്നു. लेकिन मैंने प्रार्थना की और इन्हीं हाथों से मैंने वो सब फाड़ कर फेंक दिया। പ്രാർത്ഥിച്ചിട്ട് സഹോദരി തന്റെ കൈകൾ കൊണ്ട് തന്നെ അതെല്ലാം കീറിക്കളയാനിടയാക്കി. उसके बाद ग्रेजुअली परमेश्वर मेरी जिंदगी में बहुत काम करने लगे। അതിനുശേഷം ദൈവം എന്റെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആരംഭിച്ചു. बहुत बार मैं परमेश्वर का वॉइस सुनती थी, परमेश्वर मुझसे बात करते थे, ऐसे करके गॉड के साथ मेरा कम्युनिकेशन स्टार्ट हो गया। അനേകം പ്രാവശ്യം ദൈവശബ്ദം കേൾക്കുവാനിടയായി, ദൈവവുമായിട്ട് സംസാരിക്കാനിടയായി, അങ്ങനെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനിടയായി. मेरे परिवार में से मैं अकेली ही हूँ जिसने जीसस को एक्सेप्ट किया है अपने लाइफ में। എന്റെ കുടുംബത്തിലെ ഞാൻ ഒറ്റയ്ക്കാണ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാനിടയായി തീർന്നത്.
लेकिन मैं एक चीज जानती हूँ, मेरे घर वालों को तकलीफ हुई थी जब मैंने ये डिसीजन लिया, पर मैं जानती हूँ कि मेरे साथ जो खड़ा है वो दुनिया से बढ़कर है। എന്നാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് എന്റെ കുടുംബത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടായി. എങ്കിലും ഒന്നറിയാം, യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചത് കൊണ്ട് യേശുവിനോട് കൂടെ ജീവിക്കാൻ കഴിയുന്നു. तो हम जैसे कि बुक ऑफ फिलिपियंस में चैप्टर 3 वर्सेस 8 में पढ़ते हैं। ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. What is more, I consider everything a loss because of the surpassing worth of knowing Christ Jesus, my Lord, for whose sake I have lost all things. I consider them garbage that I may gain Christ. 8 ആണ്. Philippians chapter 3 verse 8. ഇവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു. അത്രയും അല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. तो हम यहाँ देख सकते हैं अपोस्टल पॉल, हमें अपोस्टल पॉल के बारे में पता है कि वो कैसे गॉड के लोगों को तकलीफ देते थे पहले, जीसस को एक्सपीरियंस करने के पहले। നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ദൈവജനത്തെ എന്തുമാത്രം ഉപദ്രവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. लेकिन जब गॉड ने, जीसस ने पॉल की लाइफ को टच किया तो हम देखते हैं कैसे उसकी लाइफ में बदलाव आ गया। എന്നാൽ യേശു പൗലോസിനെ തൊടുമ്പോൾ അവന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിച്ചത്? और उसके बाद अपोस्टल पॉल कहते हैं कि जो चीजें मेरे लिए लाभ थी, जो मेरे लिए बेनिफिट था, आज मैं वो सब चीजों को एक लॉस समझता हूँ आफ्टर नोइंग द वर्थ ऑफ लॉर्ड जीसस क्राइस्ट। എന്നാൽ അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് തൊട്ടതിന് ശേഷം താൻ ഇങ്ങനെ പറയുന്നു, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നേണ്ടിയിരിക്കുന്നു. हम देखते हैं कि अपोस्टल पॉल कहते हैं कि आज वो चीजें जो मेरे लिए बहुत इंपॉर्टेंट थी, आज वो चीजें मेरे लिए एक गार्बेज बन चुकी हैं। അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി ഞാൻ എണ്ണിയിരുന്നതായ കാര്യങ്ങളെല്ലാം എന്ന് എനിക്കത് ഛേദമായി തീർന്നിരിക്കുന്നു. तो मैं यही बताना चाहती हूँ कि मेरी लाइफ में भी कुछ चीजें पहले बहुत इंपॉर्टेंट थी जब तक मैंने जीसस को नहीं जाना था। ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് എനിക്ക് അനേക കാര്യങ്ങൾ എനിക്ക് ശ്രേഷ്ഠമായിരുന്നു. बहुत सारी वर्ल्डली चीजें, दुनियादारी और दुनिया की चीजें थी जो मेरे लिए बहुत इंपॉर्टेंट थी और मैं उसको प्रायोरिटी देती थी। ഈ ലോകത്തിലുള്ളതും ലോകപരമായ വിഷയങ്ങളിൽ ഞാൻ ഏറ്റവും പ്രധാന സ്ഥാനം നൽകിയിരുന്ന അനേക കാര്യങ്ങൾ ഉണ്ടായിരുന്നു. लेकिन आज मैं एक चीज कह सकती हूँ कि जीसस को एक्सपीरियंस करने के बाद वो सारी चीजें मेरे लिए लॉस बन चुकी हैं। എന്നാൽ ഒരു കാര്യം എനിക്ക് പറയുവാൻ കഴിയും, യേശു ക്രിസ്തുവിനെ അനുഭവിച്ചതിന് ശേഷം ഇതെല്ലാം എനിക്ക് ഛേദമാണ്. क्योंकि मुझे पता है कि जीसस क्राइस्ट के वर्थ के सामने वो सब अब कुछ भी नहीं है। എനിക്കറിയാം, യേശു ക്രിസ്തുവിന് മുൻപേ, യേശു ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് മുൻപിലും ഇതൊന്നും ഇമ്പോർട്ടന്റ് ആയ അല്ലെങ്കിൽ പ്രധാനമായ കാര്യമല്ല. तो जब हम हमारी जिंदगी में जीसस को एक्सपीरियंस करते हैं तो हमें पता चलता है कि जीसस की क्या वर्थ है। യേശു ക്രിസ്തുവിനെ നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യേശു ക്രിസ്തു എന്താണ്, യേശു ക്രിസ്തു എന്താണ് നമ്മുടെ ജീവിതത്തിൽ. लेकिन गॉड की वर्थ जानने के लिए उनको एक्सपीरियंस करना जरूरी है। നമുക്ക് അത് മനസ്സിലാകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ നാം അനുഭവിച്ചറിയണം. अगर हम कोई चीज खाते हैं तो उसका खाने के बाद ही टेस्ट पता चलता है। നമ്മൾ ഒരു ഭക്ഷണം എന്തെങ്കിലും കഴിക്കുമ്പോൾ അത് കഴിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിന്റെ മധുരം അറിയാൻ കഴിയത്തുള്ളൂ, അതിന്റെ ടേസ്റ്റ്. तो जब हम जीसस को अपने लाइफ में प्रॉपरली एक्सपीरियंस करते हैं तो जैसे वचन कहता है, टेस्ट एंड सी दैट द लॉर्ड इज गुड। യേശു ക്രിസ്തുവിനെ നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയൂ. ദൈവവചനം പറയുന്നത്, രുചിച്ചു നോക്കുവീൻ, ആമേൻ, എത്ര മധുരമുള്ളതാണ്.
और फिर हमारी जिंदगी में जो बदलाव आता है, गॉड के साथ जो हमारा रिलेशन डेवलप होता है, वो सबसे वंडरफुल चीज है हमारी लाइफ में। ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുമ്പോൾ ക്രിസ്തുവുമായിട്ട് നമ്മൾ അധികം അടുക്കുമ്പോൾ നമുക്കറിയാം അത് എത്ര ശ്രേഷ്ഠമാണ്. और हम ये भी देख सकते हैं कि जब गॉड हमें पुकारते हैं, जब गॉड हमें कॉलिंग करते हैं, तो उस कॉलिंग को पहचानना, उस कॉलिंग को सुनना, ये भी बहुत इंपॉर्टेंट चीज है। അതെ, ദൈവം നമ്മെ വിളിക്കുമ്പോൾ നമ്മൾ ആ ശബ്ദം കേൾക്കണം. അത് മാത്രമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഏറ്റവും പ്രധാനം. हम देख सकते हैं ना सैमुअल के बारे में, जब परमेश्वर ने सैमुअल को पुकारा, നമ്മൾ बुक ऑफ सैमुअल में ശമൂവേലിനെ കുറിച്ച് പഠിക്കുന്നു. ശമൂവേലിനെ ദൈവം വിളിക്കുമ്പോൾ पहले सैमुअल ने गॉड का वॉइस नहीं पहचाना। ഏലിയുടെ കുടുംബം പോലും ആ ശബ്ദത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. परमेश्वर ने सैमुअल को 3 टाइम पुकारा, तीनों टाइम पहले सैमुअल ने आइडेंटिफाई नहीं किया। 3 പ്രാവശ്യം ശമൂവേലിനെ ദൈവം വിളിക്കുവാൻ ഇടയായി. എന്നാൽ ആ സമയങ്ങളിൽ ഒന്നും ശമൂവേലിന് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. लेकिन हम देखते हैं जब 4th टाइम गॉड ने उसे बुलाया, तो उसने गॉड का वॉइस पहचान लिया। എന്നാൽ 4ാം പ്രാവശ്യം ശമൂവേലിനെ വിളിക്കുമ്പോൾ ശമൂവേൽ ആ ദൈവ ശബ്ദം തിരിച്ചറിഞ്ഞു. और बुक ऑफ सैमुअल में चैप्टर 3 में लिखा है, सैमुअल कहते हैं, स्पीक लॉर्ड फॉर योर सर्वेंट इज लिसनिंग। परमेश्वर बात करिए, आपका दास सुन रहा है। 1 ശമൂവേൽ 3ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ ശമൂവേൽ ഇങ്ങനെ പറയുന്നു, കർത്താവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. तो जब हम परमेश्वर के प्रेजेंस में साइलेंस में बैठते हैं, तो परमेश्वर की आवाज हमें सुनाई देती है। അതെ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ മൗനമായി ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. और जब एक बार हम गॉड के वॉइस को पहचान लेते हैं, तो आगे हम कभी उसे मिस नहीं कर सकते। ഒരു പ്രാവശ്യം നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നെ ഒരിക്കലും നാം ആ ശബ്ദത്തെ വിട്ടുമാറത്തില്ല. और इसका एक मेन बेस ये है कि हमें डेली गॉड से बात करनी है, वचन को पढ़ना है, प्रार्थना करना है और परमेश्वर को समय देना है। ഇതിലെ പ്രധാനം നമ്മൾ ഓരോ ദിവസവും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും വചനം പഠിക്കുകയും പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമയം വേർതിരിക്കണം. क्योंकि कितनी बार इस दुनिया का जो स्वर है या दुनिया का जो आवाज है, कहीं बार दुनिया का आवाज बढ़ जाता है, तो हम परमेश्वर का साउंड नहीं सुन सकते। എത്രയോ പ്രാവശ്യം ഈ ലോകത്തിന്റെ ശബ്ദങ്ങൾ അത് ഉയർന്നു വരുമ്പോൾ നമുക്ക് ദൈവ ശബ്ദം മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നു. इसलिए जितना हमारे लिए पॉसिबल है, हमें दुनिया के आवाज को कम करके परमेश्वर के आवाज को अपनी जिंदगी में बढ़ाना है। നമുക്ക് എത്രത്തോളം കഴിയുമോ അത്രത്തോളം ലോകപരമായ ശബ്ദങ്ങൾ കുറച്ചിട്ട് കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ നാം ഒരുങ്ങേണ്ടതുണ്ട്. क्योंकि परमेश्वर का जो वॉइस है, वो उसके कैरेक्टर से मिलता है, और गॉड का कैरेक्टर है हमारा जीवित वचन। ദൈവത്തിന്റെ ശബ്ദം തന്റെ സ്വഭാവത്തിലൂടെ കൂടെ അടങ്ങിയിരിക്കുന്നു. അത് ദൈവത്തിന്റെ വചനമാണ്. इसलिए मैं आज सुबह यही कहना चाहती हूँ कि परमेश्वर ने मुझसे बात की, डायरेक्ट बात की, और वो दिन मेरी जिंदगी का एक ऐसा दिन था जो मैं कभी नहीं भूल सकती। അതുകൊണ്ട് എനിക്ക് പറയുവാൻ കഴിയും, ആ ദൈവത്തിന്റെ ശബ്ദം എനിക്ക് കേൾക്കുവാൻ ഇടയായി. ദൈവം എന്നോട് നേരിട്ട് സംസാരിച്ചു. അത് എന്റെ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കുവാൻ കഴിയില്ല. तो परमेश्वर ने अगर किसी को चुना है, तो वो चीज होकर ही रहती है। ദൈവം ആരെയെങ്കിലും തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ എന്നേക്കും നിലനിൽക്കും. और ये चीज तो मुझे बाद में पता चली कि वचन में लिखा है कि इट इज आई हु चूज यू एंड नॉट यू हु चूज मी। എന്നാൽ ഈ കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ വചനം വായിക്കുമ്പോൾ എനിക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ആമേൻ, ഞാനല്ല ദൈവത്തെ തെരഞ്ഞെടുത്തത്, ദൈവം എന്നെയാണ് തെരഞ്ഞെടുത്തത്. तो मैं आज ये कंसिडर करती हूँ कि मैं बहुत ब्लेस्ड हूँ
कि मैंने जीसस को जाना अपनी जिंदगी में। അതെ, ഇത് ആമേൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവളാണ് കർത്താവ് എന്നെ തെരഞ്ഞെടുത്തത്. क्योंकि जो गलत चीजें मैं कर रही थी, जिस इग्नोरेंस में मैं जी रही थी, आइडल वर्शिप्स जो मैं कर रही थी, वो सब मैंने छोड़ दिया है। അതെ, ഞാൻ തെറ്റായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. വിഗ്രഹം ആരാധിച്ച് ഞാൻ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അവിടെ നിന്നും ദൈവം എന്നെ തെരഞ്ഞെടുത്തു. आज मैं ये जान चुकी हूँ कि अगर हमें अनंत जीवन प्राप्त करना है तो उसके लिए एक ही रास्ता है, वो है यीशु मसीह। അതെ, ഒരു കാര്യം, ആമേൻ, നിത്യജീവൻ പ്രാപിക്കുവാനുള്ള ഒരേ ഒരു മാർഗം അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. परमेश्वर ने वर्शिप्स में जाते जाते मुझे मलयालम भी सिखा दिया। ഞാൻ ആരാധനയ്ക്കായി പോയി തുടങ്ങിയതിന് ശേഷം ദൈവം എന്നെ മലയാളവും പഠിപ്പിച്ചു. और ग्रेजुअली मैं 30% 40% ऐसे करते करते मैं मलयालम प्रीचिंग भी समझने लग गई चर्च में। മലയാളം ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ 30-40% പോലും മനസ്സിലാക്കുവാൻ കഴിയില്ലായിരുന്നു. और चर्च में थोड़ा गाने के लिए कुछ मैंने इंग्लिश में लिखकर मलयालम सॉन्ग्स भी कुछ लर्न कर दिए। ഇംഗ്ലീഷിൽ എഴുതി എഴുതി ചില മലയാളം പാട്ടുകളും അത് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. तो ये सब उसकी दया है। उसने मुझे भाषा तक भी सिखा दी, क्योंकि मैंने चेंज नहीं किया। भले ही मुझे नहीं समझता था, मैं चर्च में जाती रही। ദൈവം എന്നെ ആ ഭാഷ പഠിപ്പിച്ചു. എനിക്ക് ഒന്നും മനസ്സിലായിരുന്നില്ല എങ്കിലും ഞാൻ ആ ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നു. और मेरी लाइफ में बहुत सारे प्रॉब्लम्स भी आए। ऐसे नहीं कि जीसस को एक्सेप्ट करने के बाद ट्रबल्स नहीं आई, बहुत ट्रबल्स आई। फाइनेंशियल प्रॉब्लम्स बहुत सारी आई। യേശുവിനെ സ്വീകരിച്ചതിന് ശേഷം ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും വന്നില്ല എന്നല്ല, അനേക പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നു. സാമ്പത്തിക ഞെരുക്കങ്ങൾ വരെ കടന്നു വന്നു. बहुत सिचुएशन हमारी बीच में खराब हो गई थी। 2019 से लेके 2022 तक बहुत जॉब की प्रॉब्लम्स, फाइनेंशियल डेब्ट्स, बैंक के लोन्स, बहुत बहुत तकलीफ हमने देखी। 2019 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. സാമ്പത്തികമായ ഞെരുക്കം, ഉപജീവന വിഷയമായി ജോലി സംബന്ധമായ വിഷയങ്ങൾ, ലോണിന്റേതായ വിഷയങ്ങൾ, അങ്ങനെ വളരെ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. लेकिन उस टाइम पर भी हमने जीसस को नहीं छोड़ा। എന്നാൽ ആ സമയങ്ങളിലും ഞങ്ങൾ യേശുവിനെ വിട്ട് പിന്മാറിയില്ല. मुझे मेरे घर वालों ने बहुत क्रिटिसाइज किया कि तुमने जीसस को माना है, आज तुम इतना सफर कर रही हो अपने लाइफ में। എന്റെ കുടുംബക്കാരെല്ലാം പറയുവാനിടയായി, നീ യേശുവിനെ സ്വീകരിച്ചത് കൊണ്ടാണ് ഇത്രയും പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നത്. लेकिन फिर भी किसी को जवाब नहीं दिया और मैं जीसस को पकड़ के खड़ी रही। എന്നാൽ ഞാൻ ആർക്കും മറുപടി കൊടുത്തില്ല. ഞാൻ യേശുവിനെ മുറുകെ പറ്റി ജീവിക്കുവാനിടയായി തീർന്നു. और 2022 के बाद परमेश्वर ने हमारी सिचुएशन पूरी तरह बदल दी। അതെ, 2022 ശേഷം ഞങ്ങളുടെ ജീവിതത്തെ മൊത്തമായി യേശു മാറ്റുവാനിടയായി തീർന്നു. सारी फाइनेंशियल ट्रबल्स को गॉड ने दूर कर दिया। എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളും കർത്താവ് മാറ്റി തന്നു. जो भी जॉब से रिलेटेड हमारी प्रॉब्लम्स थी, वो भी हमारे जीवित परमेश्वर ने दूर कर दिया। ജോലി സംബന്ധമായ പല പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം ദൈവം മാറ്റി തന്നു. तो मैं एक ही चीज कहना चाहती हूँ अपनी एक्सपीरियंस से, कि तकलीफ के टाइम पर भी जीसस को कभी मत छोड़ना। എന്റെ ജീവിത അനുഭവത്തിൽ കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ജീവിതത്തിലെ പ്രതിസന്ധി കടന്നു വരുമ്പോൾ യേശുവിനെ വിട്ട് പിന്മാറും. बिल्कुल नहीं छोड़ना उसे, ആമേൻ. ഒരിക്കലും യേശുവിനെ വിട്ട് പിന്മാറരുത്. क्योंकि वो तुम्हारे करीब है, हमेशा हमारे करीब है। എന്തുകൊണ്ടെന്നാൽ ആ കർത്താവ് നമ്മോട് കൂടെയാണ്, എപ്പോഴും നമ്മോട് കൂടെ തന്നെ. वो हमारी दुख समझता है, वो हमारी तकलीफ को समझता है। നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും യേശു മനസ്സിലാക്കുന്നു. हर चीज, हमारे टूटे दिल को वो समझता है और वो हमारे करीब आता है। എല്ലാ കാര്യങ്ങളും, നമ്മുടെ തകർന്നതായ ഹൃദയത്തിന്റെ അവസ്ഥകളെല്ലാം കർത്താവ് മനസ്സിലാക്കി അവൻ നമ്മോട് കൂടെ നിൽക്കുന്നു. अगर तकलीफ में हम जीसस के साथ खड़े रहते हैं, उस तकलीफ से वो हमें बाहर निकाल देता है।
പ്രശ്നങ്ങളുടെ സമയത്ത് നാം കർത്താവിനോട് കൂടെ നിൽക്കുമ്പോൾ ആ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവരും. पर उसका कंडीशन यही है कि तकलीफ में कभी जीसस को मत छोड़ना. ആമേ, കർത്താവ് ഒരേ ഒരു കാര്യം പറയുന്നുള്ളൂ, ആ പ്രശ്നങ്ങളുടെ മധ്യേ യേശുവിനെ വിട്ട് പിന്മാറുന്നു. तो 2009 में मैंने बैप्टिज्म लेके जीसस को कंप्लीटली एक्सेप्ट किया है. 2009 യേശുവിനെ കർത്താവായി സ്വീകരിക്കുവാനും സ്നാനപ്പെടുവാനും ഇടയായി തീർന്നു. तब से लेकर आज तक അന്ന് മുതൽ ഇന്ന് വരെയുള്ള സമയം मैंने कभी भी टर्न बैक नहीं किया और जीसस को नहीं छोड़ा. ഞാൻ ഒരിക്കലും പിന്നിലോട്ട് മാറിയില്ല, യേശുവിനെ വിട്ടു മാറിയതു. क्योंकि मुझे पता है कि जो शांति हमें जीसस के पास मिलेगी वो हमें और कहीं नहीं मिल सकती. എനിക്കറിയാം, യേശുവിന്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന സമാധാനം വേറെ എവിടെ നിന്നും അത് ലഭിക്കത്തില്ല. और अगर हमें आगे अनंत जीवन प्राप्त करना है तो जीसस के अलावा किसी के थ्रू नहीं मिल सकता. ജീവിതത്തിൽ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ യേശുവിൽ കൂടെ അല്ലാതെ മറ്റാരിൽ കൂടെയും അത് പ്രാപിക്കുവാൻ ഇടവരത്തില്ല. आज ये टेस्टिमनी शेयर करने के लिए मुझे अवसर मिला. मैं बहुत धन्यवाद करती हूँ आप लोगों का, पास्टर जी का बहुत धन्यवाद करती हूँ, क्योंकि मेरे को परमेश्वर का नाम ऊंचा करने का मौका मिला है. പകൽക്കാലം എന്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ എനിക്ക് അവസരം ലഭിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസന് നന്ദി പറയുന്നു. കാരണം യേശുവിനെ ഉയർത്തുവാൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. तो जैसे परमेश्वर ने मेरी जिंदगी को छुआ है, मैं यही प्रार्थना करती हूँ कि वो अनेक लोगों की जिंदगियों को टच करे और वो लोग जीसस को अपने लाइफ में एक्सेप्ट करें. എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, അനേകരുടെ ജീവിതത്തിൽ കർത്താവ് ഇതുപോലെ സ്പർശിക്കുകയും അവരുടെ ജീവിതം മാറ്റി മറിക്കുവാനും. तो मैं आपका धन्यवाद करती हूँ और समय नहीं लूंगी, लेकिन खत्म करने से നിങ്ങളോട് നന്ദി പറയുന്നു. स्पेशली आपको धन्यवाद करती हूँ ट्रांसलेशन के लिए. थैंक यू. ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. ട്രാൻസ്ലേഷനും നന്ദി പറയുന്നു. और अपनी गवाही और वचन एंड करने के पहले मैं बस कुछ लाइंस एक मलयालम सॉन्ग गाना चाहूंगी. ഞാനിത് എന്റെ സാക്ഷി ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ മലയാളത്തിൽ ചില വരികൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. വന്നവഴികൾ ഉന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. ബഹുദൂരം മുന്നോട്ട് പോകാൻ ബലം നൽകി നീ നടത്തി, തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമാ, തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഉന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരങ്ങളിൽ വഹിച്ചവനേ. थैंक यू एंड आप सबको धन्यवाद. प्लीज मेरे लिए, मेरे परिवार के लिए प्रार्थना करें. हम दुबई में हैं